ഇങ്ങനെ മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്ക് ചാലക്കുടിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചാലക്കുടി മണ്ഡലത്തെക്കുറിച്ച് അറിയുമ്പോൾ പഴയ മുകുന്ദപുരം പേര് മാറി ചാലക്കുടിയാകുന്നു. ഒരു കോൺഗ്രസിന് വേരുള്ള ആത്മവിശ്വാസമുള്ള മണ്ഡലം. പക്ഷേ അവിടെ ചാലക്കുടി ചാഞ്ചാടിയ ചരിത്രം, ഇടത് അട്ടിമറികൾ നടന്ന ചരിത്രമുള്ള മണ്ഡലം. മുകുന്ദപുരമായിരുന്ന സമയത്ത് ലോനപ്പൻ നമ്പാടൻ പത്മജയെ തോൽപ്പിച്ച് ജയിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2014 PC ചാക്കോയെ തോൽപ്പിച്ച് ഇന്നസെന്റ് ജയിച്ചു. ഇപ്പൊ ഇന്നസെന്റ് ഫ്ലക്സ് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഉണ്ടായതേ ഉള്ളൂ. തീർച്ചയായും ഈ ചാലക്കുടിയെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാം, ഇപ്പൊ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു 4 സാന്നിധ്യം ഉണ്ടാകുന്നു. ഒന്ന് 2020 പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാന്നിധ്യം കൂടി ഉള്ള ഒരു കുന്നത്തുനാട് ഉൾപ്പെടെ ഉള്ള ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, അവിടെ സി രവീന്ദ്രനാഥ് സൗമ്യനായ വ്യക്തി, മുൻ മന്ത്രി, ജനകീയനാണ്, അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അത് CPM മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അങ്ങനെയാണ് അവിടെ. മാത്രമല്ല ജാതി ഘടകങ്ങളൊക്കെ ഉള്ള ഒരു മണ്ഡലത്തിലെ ഒരു ചിത്രം എന്താണ് മധുവിന് തോന്നുന്നു? ചാലക്കുടി ചന്തയിൽ പോരാട്ടം കടുത്തതാണ് ഇപ്രാവശ്യം. കാരണം ഒരു എളുപ്പത്തിൽ ആർക്കും ജയിക്കാം എന്ന് പോലുന്ന മണ്ഡലമൊന്നും അല്ലാതെ. കാരണം എൻ്റെ മണ്ഡലമായിരുന്നു മുകുന്ദപുരമായിരുന്ന സമയത്ത്. ഞാൻ ആദ്യം വോട്ട് ചെയ്തപ്പോൾ അന്ന് ജയിച്ചത് സാവിത്രി ലക്ഷ്മണനായിരുന്നു. കരുണാകരൻ സാവിത്രി ലക്ഷ്മണനെ അവതരിപ്പിക്കുന്നു, അവർ ജയിച്ച് കയറുകയാണ്. അതിലും മുമ്പത്തെ തെരഞ്ഞെടുപ്പിലാണ് സംസ്ഥാനത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള അട്ടിമറി നടന്നത്. ബാലാനന്ദനെ മോഹൻദാസ് തോൽപ്പിക്കുകയാണ്. ഒരു പുതുമുഖം. ഒറ്റ തെരഞ്ഞെടുപ്പിലെ അത്ഭുതം എന്ന് പറയുന്നത് മോഹൻദാസ് ആയിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിട്ട് മോഹൻദാസ് വന്ന് ജയിക്കുന്നു. പക്ഷെ പത്മജ പോലെയുള്ള ഒരാൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ നിമിഷം പത്മജ വേണുഗോപാൽ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ പൊട്ടുട്ടാ. ആ വിധത്തിൽ ജനങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു മണ്ഡലം ചാലക്കുടി. ഞാൻ കഴിഞ്ഞ ദിവസം പൂരത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ രവീന്ദ്രനാഥ് സൈക്കിളിൽ പോകുന്ന ഒരു പോസ്റ്ററാണ് അവിടെ അദ്ദേഹത്തിന്റെ പോസ്റ്ററായിട്ട് അവിടെ വച്ചിട്ടുള്ളത്. സൈക്കിളിൽ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിനെ അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയും ഇപ്രാവശ്യം രവീന്ദ്രനാഥാണ്. കാരണം ഡൽഹിയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും എന്ന് ബോധ്യമുള്ള ആള്, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള. പക്ഷെ അവിടെ BDJS ആണ് സ്ഥാനാർത്ഥി. അല്ല, നമുക്ക് സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സിറ്റിംഗ് MP ആയ ബെന്നി ബെഹനാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. CPMന്റെ C രവീന്ദ്രനാഥ്, മുൻ മന്ത്രി, പുതുക്കാട് നിന്ന് പലതവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട C രവീന്ദ്രനാഥ്. കഴിഞ്ഞ തവണ അവിടെ BJP ആണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് KA ഉണ്ണികൃഷ്ണൻ BDJ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം 2020 ഉണ്ട്. ശരിക്കും അത് വിട്ടുപോകാൻ പാടില്ലായിരുന്നു. 2020 ചിത്രം കൂടി വരേണ്ടതാണ്. ഇനി നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടി ഒന്ന് കണക്കുകൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. $1,32,274 വോട്ടിനാണ് കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ മികച്ച ഭൂരിപക്ഷം അവിടെ നിന്ന് വിജയിച്ചത്. 1,32,274. ശബരിമല ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആഞ്ഞടിച്ചൊരു മണ്ഡലവുമായിരുന്നു അത്. അതെ, തീർച്ചയായും ഈ 1,32,274 ഒരു ഷിഫ്റ്റ് ചെയ്യാൻ അത് LDFനെ സംബന്ധിച്ചോളം, C രവീന്ദ്രനാഥിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു, മാത്രമല്ല എല്ലാ സംവിധാനങ്ങളും, പാർട്ടിയുടെ സംവിധാനങ്ങളും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനകീയ മുഖം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിലേക്ക് പെട്ടെന്ന് എത്താനുള്ള, ആക്സസ് ചെയ്യാൻ കഴിയുന്ന, മന്ത്രിയായിരുന്ന സമയത്ത് MLA ആയിരുന്ന സമയത്തുമൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവെന്ന ഒരു മുഖം കൂടിയുണ്ട്. ആ നിലയ്ക്ക് ഒരു 1.32 LDFന്റെ മുന്നിൽ. അല്ല, ഈ 1.32ന്റെ കാര്യത്തിൽ അവിടെ നിർണായകമാകാൻ പോകുന്ന 2 കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, 2020 പിടിക്കുന്ന വോട്ട്. ഒന്ന് കുന്നത്തുനാട്, ആലുവയിൽ അത്ര ഉണ്ടാവുന്നില്ല. കുന്നത്തുനാട്, അങ്കമാലിയിൽ വോട്ട് പിടിക്കുന്നത്, അവിടെ 2020യുടെ സ്ഥാനാർത്ഥി പിടിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കർമ്മമേഖലയാണ് അങ്കമാലി പ്രദേശം. അപ്പൊ ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട് 2020 എത്ര വോട്ട് പിടിക്കും എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം BJP മത്സരിച്ചെടുത്ത് ഇത്തവണ BDJS ആണ് മത്സരിക്കുന്നത്. BJP പിടിച്ച, അതും AN രാധാകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത്. AN രാധാകൃഷ്ണന് കിട്ടിയ വോട്ടുകൾ ഉണ്ണികൃഷ്ണന് കിട്ടാതെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുന്ന വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അവിടുത്തെ ഫലം നിർണ്ണയിക്കുന്നത്. 30,000 വോട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ അവകാശവാദം അതിനൊക്കെ മുകളിലാണ്. അവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് അവർ ഏകദേശം ഒരു 30 അല്ലെങ്കിൽ അതിനപ്പുറത്ത് പ്ലസ്. ഇവർ പറയുന്നത് പോലെയാണ് വർക്ക് നടക്കുന്നതെങ്കിൽ അത് ഇവിടെ നിന്ന് ചോരുമെന്നുള്ളതാണ്. അതെ, തീർച്ചയായും. കഴിഞ്ഞ തവണ BJP അവിടെ വോട്ട് പിടിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തവണ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായതിന് സമാനമായിട്ട് AN രാധാകൃഷ്ണൻ വോട്ട് പിടിക്കുകയായിരുന്നില്ല. ആ വോട്ടുകൾ BJPയെ ജയിപ്പിക്കുക അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളായിരുന്നു മുകുന്ദപുരത്ത്.
ആ ചാലക്കുടിയിൽ ആ മണ്ഡലത്തിൽ ഇത്തവണ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. ഏത് സർക്കാരും 2 ടേം തികയാൻ പോകുന്ന 8 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തിന് നടുവിലാണ് സി രവീന്ദ്രനാഥ് മത്സരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കരുതുന്നില്ല. കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും ബെന്നി ബെഹനാൻ ജയിക്കും എന്നുള്ളതാണ് മധു പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ട് ചാലക്കുടിയിൽ നിന്ന്, റിയ ബേബി, ഒപ്പം തന്നെ ചാലക്കുടിക്കാരനായ നമ്മുടെ ഒരു വോട്ടർ, നമ്മുടെ റിപ്പോർട്ടർ KB ശ്രീധരൻ, രണ്ടുപേരുമുണ്ട്. ആദ്യം അതിലേക്ക് പോവാം. മധു, ശ്രീധരൻ എങ്ങനെയാണ്? ശ്രീധരന്റെ നാടാണ്, വോട്ട് രേഖപ്പെടുത്തേണ്ട മണ്ഡലമാണ്. എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചകൾ എങ്ങനെ നടക്കുന്നു? മധുവട്ടം പറഞ്ഞ പോലെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമൊക്കെയാണ്, യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ ഒരു ഭീമൻ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ അവിടെ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചാലക്കുടിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ഇടതുപക്ഷത്തിന് ഏറ്റവും മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രവീന്ദ്ര മാഷ് തന്നെയാണ്. ഈ രവീന്ദ്ര മാഷിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ വോട്ടായി മാറുന്നത് തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. പിന്നീട് മറ്റ് പല ഫാക്ടേഴ്സ് കൂടി അവർ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം യാക്കോബായ സഭ ഇടതുപക്ഷത്തിന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വന്നു. അത് ബെന്നി ബെഹനാന്റെ സ്വന്തം സഭയാണ്. ബെന്നി ബെഹനാന്റെ വോട്ടിൽ അത് കാര്യമായിട്ടുള്ള വിള്ളൽ വീഴ്ത്തുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 2020യും പ്രധാനമായും UDFന്റെ വോട്ടുകൾ ഷിഫ്റ്റ് ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രവീന്ദ്ര മാഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വളരെ വലുതാണ്. ഏറ്റവും പ്രധാനം, ഈ ചാലക്കുടിയുടെ ഭാഗങ്ങൾ എടുത്താൽ ചാലക്കുടി മണ്ഡലം, കൊടുങ്ങല്ലൂർ മണ്ഡലം, പഴയ മാള മണ്ഡലം, ഈ പ്രദേശങ്ങളിലെ സവർണ ഹിന്ദുക്കളുടെ വോട്ടുകളിൽ കാര്യമായിട്ടുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. BDJ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ പക്ഷെ എനിക്ക് തോന്നുന്നു റിയയ്ക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് അങ്കമാലി ബെൽറ്റില് 2020 ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. രാജീവ് നേരത്തെ പറഞ്ഞ കുന്നത്തുനാട് മാത്രമല്ല, കുന്നത്തുനാട് 2020-യുടേതാണെങ്കിൽ 2020ക്ക് അവരുടെ സംഘടനാ ശേഷിയോ അല്ലെങ്കിൽ അവരവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളോ ഒക്കെ ആണെങ്കിൽ KCBCയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാർലി നടത്തിയിട്ട് റിയ അത് എത്രത്തോളം? അതെ, ഏറ്റവും വലിയ ട്വിസ്റ്റ് ചാലക്കുടി മണ്ഡലത്തിൽ കൊണ്ടുവരിക അത് 2020 തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. കാരണം കണക്കുകൾ അവിടെ കൃത്യമായുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 പിടിച്ചത് 42,000 വോട്ടാണ്, 3-ാം സ്ഥാനത്താണ്. പെരുമ്പാവൂരിൽ 20,000-ത്തിലധികം വോട്ട് 2020 പിടിച്ചു. അതായത് 60,000 വോട്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് ചാർലി പോൾ എന്ന 2020യുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവമാണ്. അത് കുന്നത്തുനാടിനും പെരുമ്പാവൂരിനും അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അങ്കമാലി, അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ആലുവയിലടക്കം ഒരു പുതുമുഖമല്ല ചാർലി പോൾ. 2020യുടെ സ്ഥാനാർത്ഥി ഒരു പുതുമുഖമല്ല എന്നത് UDFന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. 2020ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 1,00,000 വോട്ട് തങ്ങൾ പിടിക്കുമെന്ന് തന്നെയാണ് 2020 ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാന് 2020 തിരിച്ചടിയാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അന്ന് സ്ഥാനാർത്ഥി 2020ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഫാക്ടർ അവിടെ വർക്കായില്ല. പക്ഷേ ഇത്തവണ 2020 കളത്തിലിറങ്ങുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പരമാവധി വോട്ട് 2020 പിടിച്ചാൽ അത് വലിയ ട്വിസ്റ്റായി തന്നെ ചാലക്കുടി മണ്ഡലത്തിലുണ്ടാകും. പക്ഷേ ഇതിനിടയിൽ ശ്രീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീധരൻ പറഞ്ഞത് പണ്ട് കരുണാകരന് കിട്ടിയിരുന്ന വോട്ടുകളാണത്. മാള, ഇപ്പൊ ശ്രീധരന്റെ നാടായ അന്നമേട, അഷ്ടമിച്ചിറ, മാള തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ, അതിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നു എങ്കിൽ അത് ബെന്നി ബെഹനാന് മത്സരം കടുത്തതാക്കും. തീർച്ചയായും കാത്തിരിക്കാൻ തന്നെ നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. വലിയ ആത്മവിശ്വാസം തോന്നുന്നു. നല്ല പ്രതികരണമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ത്യയുടെ മതേതൃത്വത്തെയും ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും സംരക്ഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് എവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ കരുത്തായ ഒരു പിന്തുണയായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. ഇന്ത്യ നിലനിൽക്കണം, അതിനുവേണ്ടി ലോക്സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ശബ്ദമുയരണം എന്ന തീരുമാനം ജനങ്ങളുടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസമുള്ളത്. ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് ഘടകങ്ങൾ, ചർച്ചയാകുന്ന വിഷയങ്ങൾ അതുകൂടി നമുക്കൊന്ന് നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും പെട്ടെന്ന് അതിലേക്കൊന്ന് പോയി വരാം. ചാലക്കുടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് 2020 സാന്നിധ്യമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ BJP വോട്ട് BDJS വീഴുമോ? പൂർണ്ണമായിട്ടും കഴിഞ്ഞ തവണ കിട്ടിയതാണെങ്കിലും അല്ലാതെയും BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ BDJS കിട്ടുമോ? രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥിത്വം, സഭകളുടെ നിലപാട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ യാക്കോബായ സഭ നിലപാട് പ്രഖ്യാപിച്ചത്, വന്യജീവി സംഘർഷം, ഈ അവിടെ എനിക്കൊന്ന് അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഉള്ള വന്യജീവികളുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കുള്ള പ്രശ്നം, സഭകളുടെ നിലപാടിന്റെ കാര്യത്തിൽ മധു, ഈ യാക്കോബായ സഭ എപ്പോഴും ഇത്തരത്തിലുള്ള നിലപാട് തന്നെയല്ലേ എടുത്തു? യാക്കോബായ സഭയുടെ തീരുമാനത്തിൽ വലിയ അത്ഭുതങ്ങൾക്കൊന്നും അവകാശമില്ല. പക്ഷെ ഇതിനേക്കാൾ അപ്പുറത്ത് തീരമേഖലയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കയ്പമംഗലം, കൊടുങ്ങല്ലൂര് പോലെയുള്ള തീരമേഖലയുള്ള മണ്ഡലമാണ്. പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ ഒഴിവാക്കുന്നതും അല്ലെങ്കിൽ പലപ്പോഴും ഗൗനിക്കപ്പെടാതെ പോകുന്നത്, പൊതുവെ ഒഴിവാക്കപ്പെടുന്നവരാണ് തീരമേഖല. പക്ഷേ തീരമേഖല നേരിടുന്ന സമാനതകളില്ലാത്ത വെല്ലുവിളികൾ, ആ അതിശക്തമായ എതിർവികാരങ്ങൾ പ്രബലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്ന് മറക്കരുത്.